Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. അങ്കമാലി മങ്ങാട്ടുകരയിൽ ആൾതാമസമുള്ള വീട്ടിൽ കയറി കള്ളന്റെ അതിസാഹസികമായ മോഷണം. ഇഞ്ചിപ്പറമ്പൻ ദേവസിക്കുട്ടിയുടെ വീട് കുത്തി തുറന്നാണ് 15,000 രൂപയോളം കള്ളൻ മോഷിച്ചത്. കള്ളൻ വളരെ ആസൂത്രിതമായിട്ട് ചെയ്താണെന്ന് കരുതുന്നു. അതായത് 2 ദിവസം ദേവസ്വട്ടിയായിട്ട് ഉൾപ്പെടെ ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ വീട് ഏതെന്ന് ഇളില്ലാത്ത വീട് നിൽ കണ്ട് മനസ്സിലാക്കിയാണ് അന്ന് വീട് ആക്രമിച്ച് കയറിയത്. ഏതായാലും ദേവസ്വട്ടിയുടെ ഭാഗ്യമുണ്ട്, ആക്രമിക്കപ്പെട്ടില്ല എന്നുള്ളത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. ഏതായാലും ആയുധം അവരുടെ കയ്യിലുണ്ടായിരുന്നു, ആയുധം അവരെടുത്തിരുന്നു. ഏതായാലും പോലീസ് വളരെ ഗൗരവമായിട്ട് ഈ വിഷയത്തിൽ ഒരു നിലപാടെടുത്ത് പോകുന്നത് ഗുണകരമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ ട്രെയിൻ പോകുന്ന സമയത്തായതുകൊണ്ട് ആരും അതിന് ഒച്ച മറ്റും കേൾക്കുന്ന പ്രശ്നമുണ്ട്. അതിൽ ഞങ്ങൾ 2 ദിവസത്തെ ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു. ഒരു ടൂറ് പോയതായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള കിടപ്പുകൊണ്ടൊരു ക്ഷീണമായിരുന്നു. ശബ്ദമൊക്കെ കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ ആരും ഈ ഉറക്കത്തിന്റെ ക്ഷീണം കൊണ്ട് ആർക്കും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെയാണ് അടുത്ത മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ തട്ടിയപ്പോഴാണ് മകള് അവിടെ ഒരു സംശയം തോന്നി അവിടെ ഇതെടുത്ത് മൊബൈൽ എടുത്ത് അടിച്ചു നോക്കി. ആ ലക്ഷ്യത്തോടുകൂടിയാണ് അവർ പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അങ്കമാലി മങ്ങാട്ടുകരയിൽ റെയിൽ പാളത്തോട് ചേർന്നാണ് ഇഞ്ചിപ്പറമ്പിൽ ദേവസിക്കുട്ടിയുടെ കുടുംബം താമസിക്കുന്നത്. ആൾതാമസം പൊതുവെ കുറഞ്ഞ പ്രദേശം. ഇരുഭാഗങ്ങളിലേക്കും അടിക്കടി കടന്നുപോകുന്ന ട്രെയിനുകളുടെ പ്രകമ്പനം ഒഴിവാക്കിയാൽ നിശബ്ദമാണ് ഇവിടം. 40 വർഷത്തോളമായി പേടികൂടാതെ സുരക്ഷിതമായി ഈ വീട്ടിൽ കഴിഞ്ഞു വന്ന ദേവസിക്കുട്ടിക്ക് ആദ്യാനുഭവമായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായത്. ഞങ്ങള് രാത്രി കിടന്ന് ഉറങ്ങായിരുന്നു. ഞാൻ 10 മണിക്കാണ് കിടന്നിട്ട് എനിക്കിന്റെ സമയത്ത് ഉറങ്ങിപ്പോയായിരുന്നു. അപ്പം നേരം എടുത്തിട്ടാണ് സംഭവം അറിയണത്. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നമ്മുടെ അലമാരിയൊക്കെ തുറന്നിട്ടായിരുന്നു. അപ്പോൾ പുറത്ത് വന്ന് കഴിയുമ്പോൾ അടക്കളയുടെ ഡോറ് തുറന്ന് കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. ബാക്കിൽ ഗ്രില്ല് തുറന്നിട്ടുണ്ട്. അകത്തേക്ക് കയറി നമ്മുടെ മുറിയിലുണ്ടായ അലമാരിയിലുണ്ടായിരുന്ന ഒരു 15,000 രൂപ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ മറ്റേ മക്കൾ കിടക്കുന്ന മുറി തുറക്കാൻ നോക്കി. പക്ഷെ തുറക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും എന്തോ അവർക്ക് സംശയം തോന്നി അവർ ലൈറ്റ് ഇട്ട് നോക്കി. അതോടുകൂടി ശബ്ദം നിന്നോടുകൂടിയാണ് അവർ പോയി കണ്ണെന്ന് തോന്നുന്നു. ആ മുറി തുറക്കാൻ പറ്റിയിട്ടില്ല. അതിനകത്ത് വേറെ അലമാരി, മെയിനായിട്ട് അലമാരിയൊക്കെ അതിനകത്താണ് ഇരിക്കുന്നത്. ആ റൂമിലാണുള്ളത്. ഞങ്ങളതിന് ഈ മുകളില് മച്ച് പോലത്തെ പരിപാടികൾ ഉള്ളത് കൊണ്ട് ഞങ്ങളങ്ങനെ അധികം കൂടുതൽ ശ്രദ്ധിച്ചില്ല. ഒരു എലിയും പൂച്ചയൊക്കെ തന്നെ ചാടുന്നുണ്ട്. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ. ജസ്റ്റ് ഒരു വെട്ടൊന്ന് അടിച്ചു നോക്കിയായിരുന്നു. അപ്പൊ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ നമ്മുടെ ഡോറിന്റെ അവിടെ നിന്ന് പോയത്. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടെ ആകണം കള്ളൻ തന്റെ ഓപ്പറേഷൻ തുടങ്ങിയത്. വീടിന് പിൻഭാഗത്തുള്ള വർക്കിംഗ് ഏരിയയിലെ ഗ്രില്ലിന്റെ താഴ് പൊളിച്ച് അകത്ത് കടന്ന കള്ളൻ ആദ്യം തന്നെ കത്തിയും വാക്കത്തിയുമെല്ലാം കൈക്കലാക്കി. പിന്നീട് അവിടെയുണ്ടായിരുന്ന കസേരയിൽ കയറി നിന്ന് പിൻവാതിലിന്റെ ലോക്കുകൾ തകർത്തു. നല്ല മഴയുണ്ടായിരുന്നതിനാൽ വീടിനകത്ത് ഉറങ്ങിക്കിടന്നിരുന്നവർ ശബ്ദമൊന്നും കേട്ടതുമില്ല. ദേവസിക്കുട്ടിയും മകൻ ഷെബിനും ഷെബിന്റെ ഭാര്യ ചിഞ്ചുവുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ദേവസിക്കുട്ടിയുടെ മുറിയിൽ കയറിയ കള്ളൻ തുറന്നു കിടന്നിരുന്ന അലമാരയിൽ നിന്ന് തുണികൾക്കടിയിൽ ബുക്കിനുള്ളിൽ വച്ചിരുന്ന 15,000 രൂപ കവർന്നു. ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഷർട്ടിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന 400ഓളം രൂപയും എടുത്തു. ഷെബിനും ചിഞ്ചുവും കിടന്നിരുന്ന മുറി തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും എന്തോ ശബ്ദം കേട്ട് ചിഞ്ചു ലൈറ്റിട്ടതിനാൽ കള്ളൻ പിന്മാറി. എന്നാൽ ശബ്ദമുണ്ടാക്കിയത് പൂച്ചയോ മറ്റോ ആയിരിക്കുമെന്ന് കരുതി ഇവർ വാതിൽ തുറന്നു നോക്കിയതുമില്ല. കള്ളൻ ധരിച്ചിരുന്ന ചെരുപ്പിന്റെ അടയാളങ്ങൾ വീടിനകത്ത് പതിഞ്ഞിട്ടുണ്ട്. വീടിനുള്ളിൽ നിന്ന് എടുത്ത വാക്കത്തിയും കത്തിയും കള്ളൻ കൊണ്ടുപോയി. മോഷണ സമയത്ത് വീട്ടുകാർ ഉണർന്ന് ഒച്ച വച്ചിരുന്നുവെങ്കിൽ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുക തന്നെയായിരുന്നിരിക്കണം കള്ളന്റെ ലക്ഷ്യം. ഇത് ഞാൻ പൂട്ടാറില്ല, അടയ്ക്കാറില്ല. ഇത് വെറുതെ തുറന്നിട്ടുള്ളൂ. അലമാരി പഴയ അലമാരി വെറുതെ പേപ്പറുകളൊക്കെ വെക്കാണ്ട് പേപ്പർ വലിച്ചൊരിട്ടതാ. ഷർട്ടും മുണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതന്നെ അറിയാവുന്നവരെ നിങ്ങൾ 2 ദിവസം ഇവിടെ ഇല്ലാന്ന് നടത്തുന്നത്. അപ്പോഴാണ് ഇവിടെ സംശയം വെറുതെ ഒന്ന് മൊബൈലിൽ തടിച്ചു. അങ്കമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മങ്ങാട്ടുകരക്കാർ കരുതിയിരിക്കണം. റെയിൽപാളം വഴിയും പൊന്തക്കാടുകൾക്കുള്ളിലൂടെയും കടന്നുപോകുന്നവരിൽ കള്ളന്മാരും ഉണ്ടായേക്കാം.
മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.